വെൽക്കം ടു ബബിൾ ക്രാഷസ്. അപ്പൊ ഞങ്ങളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് ചെയ്യേണ്ട സാധനം ഇവിടെ മന്ത്രം ചെയ്ത് റെഡി 1 2 3 റീസെറ്റ് പറഞ്ഞു തരൂല ഉണ്ടാക്കും തരില്ല. ദിസ് ഈസ് 2 ബിൻഷാവി വൈഷ്ണവി കൃഷ്ണ. നോ ബിൻഷാവി ആര്യ. നോ ബിൻഷാവി. ഓക്കെ നമുക്ക് പോയാൽ ആര്യ പോവാണെങ്കിൽ പോയിക്കോളി, വീഡിയോയിൽ വേണമെങ്കിൽ നിന്നോളി. അപ്പോ ഇത് ഫ്രം ഞാൻ പറയാം, 2 ഞാൻ പറഞ്ഞില്ലേ, ഫ്രം ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. അപ്പോ മനസ്സിലായിട്ടുണ്ടാവൂല്ലേ ആർക്കാ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടെന്ന്. ഓപ്പൺ ചെയ്യാ. ഓക്കെ, അത് നിർത്തി കത്തി കൊണ്ടാ പറഞ്ഞത്. അപ്പൊ നമുക്കിത് ഓപ്പൺ ചെയ്താലോ. തുറക്കും. അതൊക്കെ ഇത് പിടി നോക്കട്ടെ. അതുണ്ടോ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. ഞാനിത് ഓപ്പൺ ചെയ്യാണ്. ഇനി അതിലൊന്ന് പോയോക്കാം അതിൽ ശരിക്കും കിട്ടുന്നുണ്ടോന്ന്. ഇതിനൊരു ലോക്ക് സിസ്റ്റം ഒക്കെ ഉണ്ട്, ഇങ്ങനെ ഒരു എന്താ പറയുക എലാസ്റ്റിക്കൊക്കെ ആയിട്ട്. കണ്ടോ അയ്യവ സാധനം പൊളിച്ചില്ലേ. എന്താ സ്വർണ്ണ അരിട്ടോ. നല്ല തണുപ്പ്. ആദ്യം നോക്കല്ലേ. ഇതാ ഒരു ഐഡന്റിറ്റി എന്താ പറയുക ഐഡന്റിറ്റി കാർഡ് ഉണ്ട്. അപ്പോൾ ഈ എന്താ ടാഗിനുള്ള ഫോട്ടോ, ഈ എന്താ ഐഡൻറ്റിറ്റി കാർഡിനുള്ള ഫോട്ടോ ഇമെയിൽ വഴി ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അത് ഇമെയിൽ വഴി അയച്ചു കൊടുത്തു. ഇപ്പം എന്തതിൽ ഒരു ബാഡ്ജാണ്, ബുക്ക് ഓഫ് റെക്കോർഡിൻ്റെ ബാഡ്ജ്. ഒരു പിന്നൊക്കെ ബാക്കിലൊരു പിന്നൊക്കെ ഇട്ട് അതൊന്ന് തുറന്ന് കാണിക്കും. പൊളി ഇതാ ഒരു മെഡലുണ്ട്, ഫുൾ ഓഫ് IBR സാധനം പോലെയാണ്. ഇത് പിടിക്കേ, ഇതാക്കി വെക്കേ, ഇതാക്കി വെക്കേ. ഇതൊക്കെ എൻ്റെ പണിയാണ് ചെയ്തോ. പിന്നെ ഒരു കിട്ടിയപ്പോൾ ബാക്കി എല്ലാവർക്കും പണിയില്ലേ. ബുക്ക് ഓഫ് ഒരു പെന്ന്, ഒരു ബുക്ക് ഉണ്ട്, ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. തിരിച്ചുപിടി ആയിക്കോട്ടെ. ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്. ഇതിൽ ഇൻ്റെത് ഉണ്ടാവില്ല, അതിൻ്റെ പേര് വരിക, അതിൻ്റെ പേരും അതേപോലെ ഫോട്ടോ. അതിനിപ്പോൾ അത് പിടിച്ചിട്ട് ഒരു ഫോട്ടോ എടുക്കണം. ബുക്കും പിടിക്കണ്ടേ, ബുക്ക് പിടിച്ച് അതേപോലെ ഫോട്ടോ വരും. പേരും വരും 2022 കണ്ടോ. അത് കുറേ ഉണ്ട്. പിന്നെ ഇതിൽ എത്രാമത്തെ പേജിലാ ഞങ്ങളെടുത്തത് ഒരു ചേച്ചി ചെയ്തേന്. ഇത് ചെയ്തത് ഞങ്ങളെ വീടിൻ്റെ തൊട്ട് താഴെയുള്ള വീട്ടിലത്തേന്. ചേച്ചീൻ്റെ കണ്ട് ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാൻ ചെയ്തത് കേട്ടോ. എല്ലാ ഡൗട്ടും ഒക്കെ ചേച്ചീനോടാ ചെന്ന് ചോദിച്ചത് ഞാൻ. പിന്നെ ഇപ്പം എന്താ അതാ ഈ ബുക്ക്. ഇത് കേടെടുത്തല്ലോ. ഇതെന്താ ഇങ്ങനെ ഇടണേ. പിന്നെ ഒരു പെന്നുണ്ട്, സാധനം പൊള്ളിയാണ് കേട്ടോ. അയ്യടാ ഞാൻ തരുന്നുണ്ട്, അടിപൊളി പെന്നാണ്. ഇവിടെ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പം ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്തിനാണ് കിട്ടിയതെന്ന് ഡൗട്ട് ഉണ്ടാവില്ലേ. എനിക്ക് കിട്ടിയത് എന്തിനാ വെച്ചാൽ പ്രധാനമന്ത്രിമാരെ
നമ്മളെ 15 പ്രധാനമന്ത്രിമാരെ ഫോട്ടോസ് ഞാൻ വരച്ച് പോർട്രേറ്റ് രീതിയിൽ വരച്ച് ഞാൻ എന്താ സമ്മാനം കിട്ടി, ടാഗ് കിട്ടി. ഇത് പിടി മെഡൽ. ഇനി എന്താ എന്താ സാധനം? ഇതൊരു ബില്ലാണിത് കണ്ടോ. പിന്നെതാ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അപ്രീസിയേഷൻ അല്ലേ, അപ്രീസിയേഷൻ. പിന്നെ എന്താ ബിൻഷാവിന്റെ ഡേറ്റ് ഓഫ് ബർത്ത്, പിന്നെ drawing the portraits of all the prime ministers of India. A4 ഷീറ്റിലാണ് ഞാൻ വരച്ചത്. ഒരു 7 ദിവസം തന്നേന്നു. 7 ദിവസത്തിനുള്ളിൽ വരച്ച് കൊടുത്തു. ഇവിടെ ഒരു ഒപ്പൊക്കെ ഉണ്ട്, പറ്റുന്ന സ്റ്റിക്കറാണ്. നടുക്കൊരു വര എന്താ ഒട്ടിക്കാൻ പറ്റണ ഒട്ടിപ്പൊക്കെ ഉണ്ട്. ഗ്ലാസിന്റെ അപ്പുറത്ത് ഒട്ടിക്കണേ, ഉള്ളില് ഗ്ലാസിന്റെ ഉള്ളിൽ ഒട്ടിക്കണേനു കണ്ടോ. കാണോ. അപ്പോൾ ഞാൻ ഇതിട്ടിട്ടുള്ള ഫോട്ടോ ഒക്കെ എടുക്കണം. അപ്പോൾ അത് ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കാം കേട്ടോ. എടുത്ത് കഴിഞ്ഞിട്ട് സ്റ്റുഡിയോയിൽ പോയി ഫോട്ടോ ഒക്കെ എടുക്കണം. ഞാൻ എടുത്ത് കഴിഞ്ഞിട്ടുള്ളൂ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോൻ്റെ ലാസ്റ്റ് കൊടുക്കുക എങ്ങനെയാണ്. പക്ഷേ ഇത് ഞാൻ പിടിച്ചിട്ടുള്ള ഫോട്ടോ ഒക്കെ പിന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവില്ലേ ഞാനിത് എങ്ങനെ ചെയ്തതെന്ന്. ഞാൻ പറഞ്ഞിരുന്നില്ലേ, എൻ്റെ വീടിൻ്റെ താഴെ വീട്ടിലൊരു ചേച്ചിയുണ്ട്. ആ ചേച്ചിക്ക് ഇതേപോലെ കിട്ടിയിരുന്നു. അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചിരുന്നില്ലേ. അപ്പോൾ ആ ചേച്ചീനെ കണ്ടിട്ട് ഇൻസ്പിറേഷനായിട്ട് തന്നെ ചെയ്തത്. ആതിരാദാസ് എന്നാണ് പേര്. അപ്പോൾ കിട്ടുന്നില്ല പറയാൻ. സോനി ചേച്ചി എന്നാട്ടോ ഞങ്ങളൊക്കെ വിളിക്കുക. സോനി ചേച്ചി എന്നാണ് ഞങ്ങളൊക്കെ വിളിക്കുക. അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ ചെയ്താൽ എന്താണെന്ന് തോന്നി. ഞാനും ചിത്രം വരയ്ക്കണല്ലോ. അപ്പോൾ എന്തെങ്കിലും പിന്നെ ഞാൻ 2 ദിവസം കഴിഞ്ഞപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിട്ടു കേട്ടോ. പിന്നെ എന്തോ സെർച്ച് ചെയ്തപ്പോഴല്ലേ കിട്ടിയത്. ഞാനൊരു ഡ്രോയിങ് വെറുതെ സെർച്ച് ചെയ്താ. അപ്പോൾ പിന്നെ അതിൽ അടിച്ചു നോക്കിയാലോ തോന്നി. അപ്പോൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഓൾറെഡി കുറേ ലിങ്കുകൾ കിട്ടും നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ. അങ്ങനെ നോക്കിയപ്പോൾ ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ രജിസ്റ്റർ ചെയ്യണ എങ്ങനെ നോക്കി. എന്നിട്ട് പിന്നെ രജിസ്റ്റർ ചെയ്തിട്ടാണ് ഞാൻ അവളോട് പറഞ്ഞത്. അപ്പം ഇന്നെ കുറേ ചീത്തൊക്കെ പറഞ്ഞു, ഈ ഇപ്പം തന്നെ എന്തിനാ ഇതാക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. എന്നിട്ട് അത് ജസ്റ്റ് ഇങ്ങനെ നോക്കി. അപ്പോൾ www.indianbookofrecord ഗൂഗിളിൽ അടിച്ചു കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് തന്നെ അതിൻ്റെ ഒരു വെബ്സൈറ്റ് വരും. എന്നിട്ട് ആ ബ്ലൂവിൽ ഇതിൽ തൊട്ടാൽ നേരെ പോലെ വെബ്സൈറ്റിൽ പോയിട്ട് നേരെ മേലെ ഭാഗത്ത് എന്തൊക്കെയോ നാവിഗേഷൻ അങ്ങനെ എന്തൊക്കെ എഴുതിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയില്ല, കുറേ അതിൽ. അപ്പോൾ അതൊക്കെ അതിൻ്റെ അവിടെ തൊട്ടാൽ സെറ്റ് റെക്കോർഡ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടാവും. അപ്പോൾ ഇതിലേതിലേലും ഒന്നിൽ ഇതാക്കിയാൽ നമുക്കൊരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ടാവും. ഞാൻ ചെയ്തത് എന്താ വെച്ചാൽ ഒരു സാധാ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫോമാണ്. അത് ഞാൻ ഫില്ല് ചെയ്ത് അവിടെ സബ്മിറ്റ് ചെയ്ത് നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളെ പേര് എല്ലാതും നമ്മുടെ എല്ലാ സംഭവങ്ങളും ഫില്ല് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ ഞാൻ കൊടുത്തത് പോർട്രേറ്റ് ഓഫ് ആൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റേഴ്സാണ്. സോ അത് കൊടുത്ത് പിന്നെ നമ്മളെ ഇമെയിൽ ഐ ഡി കൊടുക്കും. ഇമെയിൽ ഐ ഡിക്ക് ഒരു OTP വരും. ആ OTP ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ആ OTP നോക്കിയിട്ട് നമ്മളിത് ഫില്ല് ചെയ്തിട്ട് സബ്മിറ്റ് കൊടുക്കുക. സബ്മിറ്റ് കൊടുത്തിട്ട് അപ്പം തന്നെ ഒരു മെയിൽ വരും. അപ്പോഴല്ലെങ്കിൽ ഒരു 5 മിനിറ്റിന് ശേഷം ഒരു മെയിൽ വരും. നമ്മളെ ഇത് കിട്ടിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട്. എന്താ നമ്മൾ കൊടുത്തത് ആപ്ലിക്കേഷൻ കൊടുത്തത് അവിടെ എത്തിയിട്ടുണ്ട് പറഞ്ഞിട്ട്. 15 പ്രൈം മിനിസ്റ്റേഴ്സ് അല്ലേ, ജവഹർലാൽ നെഹ്റു മുതൽ നരേന്ദ്രമോദി വരെ. അപ്പോൾ ഇത് 5 ദിവസം കൊണ്ടാണ് ഞാൻ വരച്ച് കൊടുത്തത്. അത് ഒരു തന്നെ വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്യണുള്ളൂ. അപ്പോൾ 7 ദിവസം തന്നിരുന്നു. ഈ ഒരു മെയിലാണ് ഞാൻ OTP സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഫസ്റ്റ് വന്ന മെയിൽ പറയുന്നത്. ഈ ഒരു മെയിലാണ് പിന്നെ സെക്കൻഡ് വന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ.
ഇതാണ് തേർഡ് മെയിൽ. ഈ മെയിൽ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്താ ചെയ്ത് വർക്കാ ചെയ്യണമെന്ന് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുക. ഇതിലാണ് നമ്മൾ ചെയ്യേണ്ട വർക്കിൻ്റെ ഇൻസ്ട്രക്ഷൻസും പിന്നെ കൊടുക്കേണ്ട ലിങ്കൊക്കെ ഇതിലാണ് വരിക. പിന്നെ ഈ ഒരു മെയിലാണ് എനിക്ക് ലാസ്റ്റ് വന്നത്. റെക്കോർഡ് കൺഫേം ആയി എന്ന് പറഞ്ഞിട്ടുള്ള മെയിലാണ് ഈ മെയിൽ. പിന്നെ ഞാൻ ചെയ്തത് പോർട്രേറ്റ് ആവുകൊണ്ട് തന്നെ ടൈം ലാപ്സിൽ എടുക്കാം, അല്ലെങ്കിൽ ഫോൺ ഫുള്ളാവില്ല. ഞാൻ ആദ്യം 2 വീഡിയോ എടുത്തത് ടൈം ലാപ്സിലാവില്ല. അത് എന്നിട്ട് ഞാൻ ഒരു ആപ്പിൽ ഇട്ടിട്ട് ഫുള്ള് സ്പീഡ് കൂട്ടുക ചെയ്തത്. അല്ലാതെ പിന്നെ ഞാൻ അത് ആദ്യമൊന്നും വരക്കില്ല കിടക്കില്ലല്ലോ. പിന്നെ വരച്ച് നമ്മളത് കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടിലൊക്കെ നെറ്റ് കുറച്ച് കുറവാണ്. ഇത് അപ്ലോഡ് ചെയ്യണമെങ്കിൽ നല്ല നെറ്റ് വേണം. അപ്പോൾ ഞാൻ നെറ്റ് കഫേ പോയിട്ട് ഇവിടെ ഉള്ളൊരു ഈ സേവാ കേന്ദ്രത്ത് പോയിട്ട് അവിടെ എൻ്റെ മെയിൽ ഞാൻ ഓപ്പൺ ചെയ്തു. എൻ്റെ മെയിൽ ഓപ്പൺ ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു, മെയിൽ ഓപ്പൺ ചെയ്തിട്ട് അതിൽ ലിങ്ക് വന്നിട്ടുണ്ടാവുമല്ലോ. ആ ലിങ്കിൽ ആദ്യം ഞാൻ എടുത്തു വെച്ച 15 വീഡിയോസും ആ ലിങ്കിക്ക് കോപ്പി പേസ്റ്റ് ചെയ്ത് ഇടുകയാണ് ചെയ്തത്. അത് അറിയൂല എന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവർ ചെയ്ത് തരും. നമ്മൾ സൈൻ ഇൻ ചെയ്ത് മെയിലൊക്കെ സൈൻ ഇൻ ചെയ്ത് ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇതൊക്കെ തന്നെയാണ് ചെയ്തത്. കഴിഞ്ഞിട്ട് ഒരു 15 ദിവസമോ 30 ദിവസത്തെ കഴിഞ്ഞിട്ടാണ് എനിക്ക് മെയിൽ കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള റെക്കോർഡ് കിട്ടിയെന്ന് പറഞ്ഞിട്ടുള്ള മെയിൽ വന്നത്. ആ മെയിൽ വന്നിട്ട് ഒരു 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാനത് കാണുന്നത്. എല്ലാ ദിവസവും ഞാനത് എടുത്തു നോക്കലുണ്ട്. പിന്നെ ഇങ്ങനെ വരാത്ത കണ്ടപ്പോൾ എനിക്ക് കിട്ടിയിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയാണ് ഞാൻ പിന്നെ എടുത്തു നോക്കാതെ. പിന്നെ അമ്മയ്ക്ക് എന്തോ എൻ്റെ മെയിലാണ് അധികവും എല്ലാവരും യൂസ് ചെയ്യൽ. അപ്പം അമ്മയ്ക്ക് എന്തോ മെയിൽ ഉണ്ടോ നോക്കാൻ എടുത്തു നോക്കിയപ്പോണ്ട് ഇത് വന്ന് കിടക്കണു. 4 ദിവസം മുന്നിട്ട് ഈ സംഭവം വന്നിട്ടുണ്ടാവും. അപ്പം സന്തോഷമായിട്ട് എല്ലാവരോടും വിളിച്ചു പറഞ്ഞു. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ, പിന്നെ ഈ സംഭവം കിട്ടാൻ നമ്മളെ നമ്മളെ അഡ്രസ്സ് അയച്ചു കൊടുക്കണം. അതിനൊക്കെ ഓരോ മെയിലാണ്, ഫുള്ള് മെയിൽ വഴിയാണ്. നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ആ മെയിൽ വഴി ചോദിച്ചാൽ അറിയും. പിന്നെ എന്താ, ഈ സംഭവം കിട്ടി. ഇപ്പം അതാ ഇങ്ങനെ ഇരിക്കുന്നു. ഒരു സന്തോഷം, എന്താ പറയുക, പെട്ട സന്തോഷം. പിന്നെ വരച്ചത് കാണണ്ടേ? വരച്ചത് ഞാൻ കഷ്ടപ്പെട്ട് വരച്ചേട്ടോ. അരിക്കുട്ടി വന്ന് എടുത്തോളാം. ഞാൻ പറഞ്ഞത് എല്ലാവർക്കും മനസ്സിലായോ എന്നൊക്കെ അറിയില്ല, കാരണം ഞാൻ അത്രയ്ക്ക് പറഞ്ഞ് പഠിപ്പിക്കാൻ പറ്റിയതാണല്ലോ. അമ്മ ചേച്ചിക്ക് വരയ്ക്കുമ്പോൾ ഒരു ആവേശമൊക്കെ വേണ്ടത്. ഞാൻ ചെന്നിരുന്ന് കുറേ നേരം ഇരുന്ന് വർത്താനം പറയുകയൊക്കെ ചെയ്തിട്ടോ. അതൊന്നും പറയുന്നത്. പിന്നെ 2 ഫോണ് വേണ്ടിവരും. ഒരു ഫോണ് വീഡിയോ എടുക്കാനും ഞാൻ ഫോണിൽ നോക്കിയിട്ടാണ് വരച്ചത്. അപ്പോൾ ഒരു ഫോൺ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ. അതൊരു വീഡിയോയിൽ ഞാൻ ഏത് ആപ്പാന്നൊക്കെ യൂസ് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റേ ഫോണ് മറ്റേ എന്താ പറയുക, ഞാൻ ഫോട്ടോ നോക്കി വരച്ചിരുന്ന ഫോൺ അറിയുന്ന മേമയുടെ ഫോണാണ്. മേമയ്ക്ക് 2-3 ദിവസം ആ ഫോണ് കഷ്ടപ്പെട്ട് ഒഴിഞ്ഞു തന്നിരുന്നു. മേമേൻ്റെ കാര്യങ്ങളൊക്കെ അതിൽ തന്നെ ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് മേമേനെ സോപ്പ് ഇട്ടൊക്കെ മേടിച്ച് അങ്ങനെ ഒരു 5 ദിവസം കൊണ്ട് ഞാൻ വരച്ചെടുത്ത്. അപ്പോൾ 5 ദിവസം മേമയ്ക്ക് അങ്ങനെ ഒഴിഞ്ഞു. പിന്നെ ചാർജൊക്കെ തീരുമ്പോൾ ഇവിടെ വന്ന് കുത്തിച്ച് അങ്ങനെ മേമ ഒഴിവുള്ള ടൈമിലൊക്കെയാണ് ഫോണൊക്കെ നോക്കിയിരുന്നത്. ഞാനിത് തുറന്ന് കാണിച്ചു തരാം കേട്ടോ. പിന്നെ എൻ്റെ കൂടെ രാത്രിയൊക്കെ ചിത്രം വരയ്ക്കാൻ ഇരുന്നിരുന്നത് അച്ഛമ്മയാണ് കേട്ടോ. അച്ഛമ്മേനോടും പിന്നെ എന്താ പറയുക, എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ പാരൻസിനോടും എല്ലാവരോടും എനിക്കിത് കിട്ടിയ ടൈമിൽ അപ്പോൾ ഞാൻ നന്ദി പറയാണ് കേട്ടോ. Holding on to what I know, to everything I've learned, what is real and fabricated, what is wrong, what is my problem, how can I get out of this world that I created, fighting the storms in my head, don't know where I have been, I'm alone, no one to turn to, no one understands, shit's too complicated. I know to everything I've learned, what is real and fabricated, what is wrong, what is my problem, how can I get out of this world that I created, fighting the storms in my head, don't know where I have been, I'm alone, no one to turn to, no one understands, shit's too complicated. ഇനി ഇത് ചെയ്യണതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരാം കേട്ടോ. ഇതാണ് എല്ലാ പിക്ചേഴ്സും. പിന്നെ ഇത് ഞാനാട്ടോ. ഞങ്ങൾ മേടിക്കാൻ നോക്കാട്ടോ. ഞങ്ങൾ
ഞാനും മേടിക്കും, ചേച്ചി മേടിക്കും, ഏട്ടനും മേടിക്കും. പിന്നെ എല്ലാരും ചിത്രം വരയ്ക്കണമെന്നൊന്നുമില്ലല്ലോ, എല്ലാ പല മോഡലും ഉണ്ട് ട്ടോ. എന്ത് വേണമെങ്കിലും ചെയ്യാം. ആ ബുക്കിന് ഫുള്ള് സെർച്ച് ചെയ്ത് നോക്കിയാല് പലതും ഉണ്ടാവും. നോക്കിയിട്ട് ഏതെല്ലാം അപ്പോ we are going. ബൈ.